നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ മതം ക്രിസ്തുമതമാണെങ്കിലും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം മതമാണ്. ലോകത്ത് 21% ഇസ്ലാം മതത്തിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. വലിയ താമസിക്കാതെ തന്നെ ക്രിസ്തുമതത്തിലെ പിന്നിലാക്കി ഇസ്ലാം മതം ലോകത്തിൽ 1-ാം സ്ഥാനത്ത് എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ലോകത്ത് മുസ്ലിങ്ങളുടെ എണ്ണം 2010 160 കോടിയായിരുന്നെങ്കിൽ 2025 എത്തുമ്പോൾ 200 കോടിയും പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് 15 വർഷം കൊണ്ട് 40 കോടിയിലധികം മുസ്ലിങ്ങൾ ലോകത്തുണ്ടായി എന്ന് അർത്ഥം. ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയുവാൻ കഴിയും, ഭാവിയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മതം ഇസ്ലാം മതമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. വളരെയധികം ജനന നിരക്കാണ് മുസ്ലിം മതത്തെ 1-ാം സ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ക്രിസ്തു മതത്തിനുള്ളിൽ തന്നെ നടക്കുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതിന് മറ്റൊരു കാരണമാകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വതന്ത്ര ചിന്തകരും മതമില്ല എന്ന് പറയുന്നവരും നിരീശ്വരവാദികളും പുറത്തു വരുന്നത് ക്രിസ്തു മതത്തിൽ നിന്നാണ്. എന്നാൽ സ്വതന്ത്ര ചിന്തകരും നിരീശ്വരവാദികളും ഏറ്റവും കുറവുള്ള മതം പരിശോധിക്കുമ്പോൾ ഇസ്ലാം മതമാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇസ്ലാം മതം വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതിൽ കൂടുതലും അഭയാർത്ഥികളാണ്. യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ 1-2 കുട്ടികൾ മതിയെന്ന് വിചാരിക്കുമ്പോൾ അഭയാർത്ഥികളായിട്ടുള്ള മുസ്ലിങ്ങൾ 4 മുതൽ 6 കുട്ടികൾ വരെ അവർക്കുണ്ടാകുന്നു. ഇതും ഒരു പ്രധാന കാരണമാണ് യൂറോപ്പിലെ ക്രിസ്തുമതം പിറകിലേക്ക് പോകുവാൻ. ഇസ്ലാം യുവതീ-യുവാക്കൾ വളരെ നേരത്തെ വിവാഹം കഴിക്കുകയും കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയും ജനനിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ യൂറോപ്പിലെ യുവതീ-യുവാക്കൾ, ക്രിസ്ത്യാനികളായിട്ടുള്ള യുവതീ-യുവാക്കൾ വളരെ വൈകിയാണ് വിവാഹം കഴിക്കുന്നത് എന്ന കണക്കുകൂടി വെളിയിൽ വരുന്നുണ്ട്. ക്രിസ്തുമതത്തിൽ വലിയ കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാവുകയും ജനനനിരക്ക് കുറയുകയും ചെയ്യുമ്പോൾ ക്രിസ്തുമതം പിറകിലേക്ക് പോവുകയും ഇസ്ലാം മതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ മതമാണ് ഹിന്ദുമതം. 120 കോടി ജനങ്ങളാണ് ഹിന്ദുമതത്തിലുള്ളത്. ക്രിസ്ത്യാനികൾ 240 കോടിയും മുസ്ലിങ്ങൾ 210 കോടിയുമാണ് ലോകത്താകമാനം ഉള്ളത്. നൈജീരിയ, സുഡാൻ, സൊമാലിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വളർച്ച ഇസ്ലാം മതത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ ജനന നിരക്കാണ് രേഖപ്പെടുത്തുന്നത്. 4 മുതൽ 6 വരെ കുട്ടികൾ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നു. ഓരോ 15 വർഷം കഴിയുന്തോറും ഇസ്ലാം മതവിശ്വാസികളുടെ എണ്ണം ഇരട്ടിയോളം വർദ്ധിക്കപ്പെടുകയാണ് ആഫ്രിക്കയിൽ. മറ്റു രാജ്യങ്ങളിൽ ക്രിസ്തുമതത്തിന് വളർച്ച നിരക്ക് കുറവാണെങ്കിലും ആഫ്രിക്കയിലും ക്രിസ്തുമതത്തിന് വളരെ വലിയ വളർച്ച രേഖപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്. പണ്ട് ഇന്ത്യയിലെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരു വീട്ടിൽ 10-12 മക്കളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ അവസ്ഥയാണ് ഇപ്പോൾ ആഫ്രിക്കയിൽ നിലനിൽക്കുന്നത്. വിദ്യാഭ്യാസക്കുറവും ദാരിദ്ര്യവും നിലനിൽക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ ജനന നിരക്കാണ് രേഖപ്പെടുത്തുന്നത്. അതുവഴി മതങ്ങൾ വലുതാവുകയും ചെയ്യുന്നതായി കാണുവാൻ സാധിക്കുന്നു. 2010 ആഫ്രിക്കയിൽ 40 കോടിയായിരുന്ന മുസ്ലിം പോപ്പുലേഷൻ 2025 എത്തുമ്പോൾ 52 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ക്രിസ്തുമതത്തിലും കാണാൻ കഴിയുന്നത്. 2010 മൊത്തം ആഫ്രിക്കയിൽ 50 കോടി ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ 2025 എത്തുമ്പോൾ 66 കോടിയിലേക്ക് അത് എത്തിയിരിക്കുന്നു. 2 മതങ്ങളിലും, ക്രിസ്തുമതത്തിലും മുസ്ലിം മതത്തിലും ആഫ്രിക്കയിൽ വളരെ വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഈ വളർച്ച ക്രിസ്തുമതത്തിന്റെ കാര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ രീതിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇസ്ലാം മതം ഏഷ്യയിൽ വളരുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്ത്യയിലുമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യയെ പോലും പിന്തള്ളിക്കൊണ്ടാണ് ഈ 3 രാജ്യങ്ങളിൽ ഇസ്ലാം മതം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസ്, UK, ജർമ്മനി, സ്വീഡൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം മതത്തിന്റെ വളർച്ച അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായിട്ടാണ് മുസ്ലിങ്ങൾ എത്തുന്നത്. ഇവിടെ ഒരു വിരോധാഭാസം, വളരെ സമ്പന്നമായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഈ അഭയാർത്ഥികൾ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ക്രിസ്ത്യൻ പോപ്പുലേഷൻ കൂടുതലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ഈ അഭയാർത്ഥികൾ എത്തിപ്പെടുന്നത്. സമ്പന്നരായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളിലേക്ക്
മുസ്ലിങ്ങളായിട്ടുള്ള അഭയാർത്ഥികളെ കയറ്റുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ അഭയാർത്ഥികളായി എത്തുന്നവർ തങ്ങളുടെ പഴയ നാടിന്റെ സംസ്കാരത്തിലേക്ക് ഈ നാടിനെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. UK-യിലും ജർമ്മനിയിലും സ്വീഡനിലുമൊക്കെ അഭയാർത്ഥികളായിട്ടുള്ളവർ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ നാം വാർത്താമാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് പോലും ഇവർ ഒരു തരത്തിൽ ബാധിതയായി മാറുന്നുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും ആളുകൾ മതത്തിൽ നിന്നും സ്വതന്ത്രമായി വെളിയിൽ വന്ന് പേരിലും റെക്കോർഡുകളിലും മാത്രം മതം നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവരുടെ ഇടയിലേക്കാണ് ഈ അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ വലിയ തരത്തിൽ മതം പറയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോളണ്ട് പോലെയുള്ള ചില യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ അഭയാർത്ഥികളെ കയറ്റുവാൻ സമ്മതിക്കാതെ നിൽക്കുന്നത്. ഇന്ത്യയിലും വളരെ വലിയ രീതിയിൽ മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 22 കോടിയിലധികം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് കണക്ക്. ഇത് 2010-ൽ 17 കോടി മാത്രമായിരുന്നു. എന്നാൽ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ചൈനയിൽ ക്രിസ്തുമതമാണ് വളരെയധികം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം. 2010-ൽ 2.5 കോടി ക്രിസ്ത്യാനികളാണ് ചൈനയിൽ ഉണ്ടായിരുന്നതെങ്കിൽ 2025 ആകുമ്പോഴത്തേക്കും അത് 4.5 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ ചൈനയിലേക്ക് വന്നാൽ 2010-ൽ 2 കോടി മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2025 ആകുമ്പോൾ 2.5 കോടിയിൽ എത്തി നിൽക്കുന്നു. 15 വർഷം കൊണ്ട് 50 ലക്ഷത്തിന്റെ വർധനവ് മാത്രമാണ് ചൈനയിൽ ഉണ്ടാക്കുവാൻ ഇസ്ലാം മതത്തിന് കഴിഞ്ഞത്. എന്നാൽ ക്രിസ്തു മതത്തിന് 15 വർഷം കൊണ്ട് 1.5 കോടി വിശ്വാസികളെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത്. പഴയ കാലത്ത് മതപരിവർത്തനത്തിലൂടെയാണ് മതങ്ങൾ വളർന്നതും പിളർന്നതും. എന്നാൽ ഇന്ന് മതങ്ങൾ ആ സ്ട്രാറ്റജി മാറ്റിപ്പിടിച്ചുകൊണ്ട് ജനന നിരക്ക് ഉയർത്തിക്കൊണ്ട് മതത്തെ വളർത്തുകയാണ്. ഇപ്പോൾ ക്രിസ്തുമതവും ഇസ്ലാം മതവും തമ്മിലുള്ള വ്യത്യാസം 30 കോടി ജനങ്ങളുടെ വ്യത്യാസമാണ് കാണിക്കുന്നത്. ഇത് വലിയ താമസിക്കാതെ തന്നെ ഇസ്ലാം മതം മറികടക്കുമെന്നാണ് കണക്കുകൾ പറയുന്നതും സൂചിപ്പിക്കുന്നതും.